Hello everyone, welcome to our video class session. Today we are discussing the chapter Respiration in Plants. Respiration എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? ആ എക്സ്റ്റേണൽ റെസ്പിറേഷൻ പ്രോസസ്സ് അല്ലേ. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റിൽ നടക്കുന്ന സെല്ലുലാർ റെസ്പിറേഷൻ പ്രോസസ്സുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെല്ലുലാർ റെസ്പിറേഷൻ പ്രോസസ് അതാണ് നമ്മൾ ഇന്നിവിടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വൈറ്റൽ പ്രോസസ് ആണ് അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടാ? അത് എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് ഫോമില്? ATP ഫോമില്. ATP എന്ന് പറഞ്ഞാൽ എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പൊ അതില് 3 എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. പക്ഷെ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളിലാണ് എനർജി എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ റെസ്പിറേഷൻ എന്ന് പറയുന്നത് കാറ്റബോളിക് ആണ്, അതുപോലെ തന്നെ എക്സോതെർമിക്കും ആണ്, പിന്നെ എന്താണ്? ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സും കൂടിയാണ് എന്ത്? റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഏതൊക്കെയാണ്? കാറ്റാബോളിക് ആണ്, ദെൻ എക്സോതെർമിക് ആണ്, പിന്നെ എന്താണ്? ഓക്സിഡേറ്റീവ് പ്രോസസ് ആണ് എന്ത്? റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പൊ റെസ്പിറേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഏതെങ്കിലും സബ്സ്റ്റൻസ് എന്ത് ചെയ്യണം? അവിടെ ഓക്സിഡൈസ്ഡ് ആവണം അല്ലെ. സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുമ്പോൾ അവിടെ ഏതെങ്കിലും മെറ്റീരിയൽ എന്താണ്? ഓക്സിഡൈസ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഓക്സിഡൈസേഷൻ നടക്കുന്ന മെറ്റീരിയൽ ആണ് എന്ത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഓക്കെ, അപ്പൊ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഗ്ലൂക്കോസ് ആയിരിക്കും. പിന്നെ ഫാറ്റ്സും പ്രോട്ടീൻസും ഓർഗാനിക് ആസിഡ്സ് ഒക്കെ എന്താവാം? റെസ്പിറേറ്ററി സബ്സ്റ്റൻസ് ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മളെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റുകളിലെ ഗ്ലൂക്കോസ് ആണ് എന്ത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. നമുക്കറിയാം ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ അല്ലേ, C6H12O6 അതാണ് ഗ്ലൂക്കോസ്. അതും 6 മോളിക്യൂൾ ഓക്സിജനും കൂടി ചേർന്നിട്ട് 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ലിബറേറ്റ് ആവും. പിന്നെ എനർജി ലിബറേറ്റ് ആവുന്നുണ്ട് ഏത് ഫോമില്? ATPയുടെ ഫോമില്. അപ്പൊ നമുക്കറിയാം ആ കമ്പസ്റ്റൻ പ്രോസസ്സിന് എന്ത് ആവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ ഓക്സിജൻ ഉള്ള പ്രോസസ്സ് അല്ലെ, ഓക്സിജൻ ആവശ്യമുള്ള കമ്പസ്റ്റന് ഓക്സിജൻ ആവശ്യമുള്ള പ്രോസസ്സാണ് എന്ത്? എയറോബിക് റെസ്പിറേഷൻ. അപ്പൊ അതിനെന്താ ആവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. ഇനി ഓക്സിജൻ ആവശ്യമില്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതിനെ അനൈറോബിക് റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് റിസൾട്ട്സ് എയറോബിക് റെസ്പിറേഷൻ ആൻഡ് പ്രോഡക്ട്സ്. അതായത് അവിടെ നടക്കുക കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് എയറോബിക് റെസ്പിറേഷൻ ആവും. മാത്രമല്ല അതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതുപോലെ തന്നെ 38 ATP മോളിക്യൂൾസും റിലീസ് ആവും. എപ്പോ? കംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷനിൽ. ഓക്കെ, ഇനി ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷനിലാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഒരു അനൈറോബിക് കണ്ടീഷൻസ് ആണ് അല്ലേ. അപ്പൊ അവിടെ ആൽക്കഹോൾ അതല്ലെങ്കിൽ ഓർഗാനിക് ആസിഡ്സ് ഒക്കെയാണ് എന്ത്? ഇങ്ങനെ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുക. അപ്പൊ അവിടെ ഉണ്ടാകുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ 2 ATP 2 ATP ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ATP കിട്ടുന്ന ഏത് രൂപത്തിലാണ്? നമ്മളുടെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ വഴിയാണ് ഏറ്റവും കൂടുതൽ ATP നമുക്ക് കിട്ടുന്നത്. അപ്പൊ എയറോബിക് റെസ്പിറേഷൻ പറഞ്ഞു നമ്മൾ, അതുപോലെ തന്നെ അനൈറോബിക് പറഞ്ഞു. അപ്പൊ ഇനി എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒറ്റ സ്റ്റെപ്പ് അല്ല, അത് നമ്മുടെ ബോഡി പ്ലാന്റിന്റെ ബോഡിയിൽ നടക്കുന്നത് ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിള്, പിന്നെ അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അതല്ലെങ്കിൽ ETS ചെയിൻ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് നമ്മുടെ ആ പ്ലാന്റിന്റെ കേസിലെ 38 ATP മോളിക്യൂൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഓരോ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. എന്താണ് ഗ്ലൈക്കോളിസിസ് അല്ലെങ്കിൽ എന്താണ് ക്രബ് സൈക്കിള്, അതുപോലെ തന്നെ എന്താണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ആ ഒരു സ്റ്റെപ്പുകളാണ് നമ്മൾ ഇനിയുടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെയാണ് അതിലെന്ത്? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എയറോബിക്കിലായാലും അനൈറോബിക്കിലായാലും അതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോളിസിസ് ആണ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് നമ്മളുടെ സൈറ്റോപ്ലാസത്തിലാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ഗസ്റ്റാവോ എംപഡൻ, ഓട്ടോ മെയർഹോഫ്, ജെ പർനാസ്. അപ്പൊ ഇവരാണ് ഗ്ലൈക്കോളിസിസ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇതിലെ E, ഇതിലെ M, ഇതിലെ P. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കാം? EMP പാത്വേ. എംപഡൻ, മെയർഹോഫ്, പർനാസ്, അതിൽ നിന്ന് ഓരോ അക്ഷരം എടുത്തിട്ടാണ് എന്ത്? EMP പാത്വേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 കാർബൺ മോളിക്യൂളുള്ള ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ നടക്കുകയാണ്. പാർഷ്യൽ ഓക്സിഡേഷൻ നടന്നിട്ട് ഒരു 3 കാർബൺ മോളിക്യൂൾ ആയിട്ടുള്ള പൈറുവിക് ആസിഡ് ഫോം ചെയ്യാണ്. മാത്രമല്ല അവിടെ നടക്കുന്ന ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ്, ഒരു ഏകദേശം 10 ചെയിൻ ഓഫ് റിയാക്ഷൻസ് അവിടെ നടക്കുകയാണ്. വേരിയസ് എൻസൈംസും ഇൻവോൾവ് ആവുന്നുണ്ട് എവിടെ? നമ്മളുടെ സൈറ്റോപ്ലാസത്തിൽ. എന്നിട്ട് കിട്ടുന്ന നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് ആണ് എന്ത്? പൈറുവിക് ആസിഡ്. അപ്പോൾ നമ്മുടെ 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ആ ഒരു പ്രോസസ്സാണ് എന്ത്? ഗ്ലൈക്കോളിസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്രോസസ്സ് ഒന്ന് നോക്കി നോക്കാം. ഏതാണ് ആ പ്രോസസ്സ്? ഓക്കെ, നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേ ഫിഗറാണ് നോക്കി നോക്കാം.
ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 6 കാർബൺ മോളിക്യൂൾ ആണ്. ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ 6 കാർബൺ മോളിക്യൂൾ എന്തായി മാറുന്നു? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറും. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്ത് ഉപയോഗിക്കും? അതായത് അവിടെ ATP ഉപയോഗിച്ചിട്ട് അല്ലേ, ഇവിടെ 2 സ്റ്റെപ്പിൽ ATP ഉപയോഗിക്കുകയാണ്. അവിടെ എന്താ മാറും? ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ്. ആ ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്തായി മാറാണ്? ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുകയാണ് അല്ലേ. പിന്നെ അതിൽ നിന്നും എന്ത് ഫോം ചെയ്യണം? ട്രയോസ് ബൈഫോസ്ഫേറ്റ്. പിന്നെ അതിൽ നിന്ന് ഫോം ചെയ്യുന്നത് ട്രയോസ് ബൈ അല്ലായിരുന്നു ഇവിടെ, ഈ ട്രയോസ് ഫോസ്ഫേറ്റ്. ഇനി 2 ഫോസ്ഫോ ഗ്ലിസറേറ്റും അതുപോലെ തന്നെ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റും ലാസ്റ്റ് ഫോം ചെയ്യുന്നത് പൈറുവിക് ആസിഡും. സപ്പോസ് ഈ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ അതേ പിക്ചർ തന്നെയാണ്, ജസ്റ്റ് എടുത്ത് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആ 6 കാർബൺ മോളിക്യൂളിനെ അവിടെ എന്ത് സംഭവിക്കുകയാണ്? ഓക്സിഡേഷൻ സംഭവിക്കുകയാണ് അല്ലേ. അപ്പോൾ ATPയുടെ പ്രസൻസിലെ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു എൻസൈം എന്ന് പറയുന്നത് ഹെക്സോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ്. പിന്നെ എന്ത് സംഭവിക്കുക? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്തായി മാറാണ്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഐസോമറൈസേഷൻ നടന്നു അല്ലെ. ഫ്രക്ടോസ് ഗ്ലൂക്കോസ് എന്ന് മാറി ഫ്രക്ടോസ് ആയി മാറി. ഇനി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്ത് സംഭവിച്ചു? ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് ആയി മാറി. 1,6 ഡൈഫോസ്ഫേറ്റ്. അപ്പോഴെന്തായി? അവിടെ എനർജി ഉപയോഗിച്ചു. ഇനി അതിൽ നിന്ന് എന്താ ഫോം ചെയ്യുന്നത്? ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് എന്നാണ് ഫോം ചെയ്യുന്നത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്നും എന്താ ഫോം ചെയ്യുന്നത്? 1,3 മീൻസ് ട്രയോസ് ബൈഫോസ്ഫേറ്റ് ഫോം ചെയ്യുക, അതല്ലെങ്കിൽ 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യുന്നു. അതിൽ നിന്നും എന്ത് ഫോം ചെയ്യുന്നു? വീണ്ടും എന്ത് 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ടുള്ള ട്രയോസ് ഫോസ്ഫേറ്റ്, 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ട്രയോസ് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. പിന്നെ എന്താ? ഫോസ്ഫോ ഗ്ലിസറേറ്റുകൾ ഫോം ചെയ്യുക. പിന്നെ എന്ത് ഫോം ചെയ്യാം? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്. എന്നിട്ട് ലാസ്റ്റ് ഫോം ചെയ്യുന്നതാണ് ആര്? നമ്മളുടെ പൈറുവിക് ആസിഡ്. 3 കാർബൺ മോളിക്യൂൾ ആയിട്ടുള്ള പൈറുവിക് ആസിഡാണ് ലാസ്റ്റ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്ട്സ് എന്ന് പറയണമെങ്കിൽ എന്താണ്? 2 മോളിക്യൂള് 6 കാർബൺ ആയിട്ടുള്ള 6 കാർബൺ ആയിട്ടുള്ള ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 3 കാർബൺ ആയിട്ടുള്ള പൈറുവിക് ആസിഡ് അല്ലേ. അപ്പോൾ അവിടെ 2 മോളിക്യൂള് 3 കാർബൺ ആയിട്ടുള്ള പൈറുവിക് ആസിഡും അതുപോലെ തന്നെ 2 മോളിക്യൂള് NADH പിന്നെ നമുക്ക് 4 മോളിക്യൂള് ATPയും കിട്ടും. പക്ഷെ ഇതിന്റെ നെറ്റ് എന്ന് പറയുമ്പോൾ അതിനെ യൂസ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 മോളിക്യൂള് പൈറുവിക് ആസിഡും അതുപോലെ തന്നെ 2 മോളിക്യൂള് NADയും അതുപോലെ തന്നെ 2 മോളിക്യൂള് ATPയും. സോ ദ നെറ്റ് റിസൾട്ട് ഇൻ ഗ്ലൈക്കോളിസിസ് ഈസ് എന്താണ്? 2 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ്, 2 മോളിക്യൂൾ ഓഫ് NAD ആൻഡ് 2 മോളിക്യൂൾസ് ഓഫ് ATP. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പൈറുവിക് ആസിഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ആ പൈറുവിക് ആസിഡിന് എന്ത് സംഭവിച്ചു, അത് എയറോബിക് റെസ്പിറേഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കണം. ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ എന്ത് സംഭവിക്കുന്നു നോക്കണം. എയറോബിക് റെസ്പിറേഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പൈറുവിക് ആസിഡ് ക്രബ് സൈക്കിളിലേക്ക് പോവുക ചെയ്യാം. ഓക്കെ, ഇനി ഫെർമെന്റേഷൻ പ്രോസസ് ആണെങ്കിൽ നമുക്കറിയാം ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അനേറോബിക് കണ്ടീഷനിൽ അവിടെ ആൽക്കഹോൾ ഫോം ചെയ്യുക അല്ലെ, അതല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കില്ല? ഓക്സിജൻ ഉണ്ടായിരിക്കില്ല. ഓക്സിജൻ അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ടുവന്നത് നമ്മുടെ ലൂയിസ് പാസ്റ്റർ എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം തന്നെയാണ് സൈമേസ് എന്ന് പറഞ്ഞ എൻസൈം ഡിസ്കവർ ചെയ്തത് നമ്മുടെ ലൂയിസ് പാസ്റ്റർ ആണ്. സൈമേസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്ലൂക്കോസ് മെറ്റീരിയലിലേക്ക് നമ്മൾ ഈ സൈമേസ് എൻസൈം എവിടെയാണെങ്കിൽ സൈമേസ് എൻസൈം കാണുന്നത് നമ്മൾ ഈസ്റ്റിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ആണ് എന്ത്? സൈമേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്തായി മാറും? ആദ്യം പൈറുവിക് ആസിഡായി മാറും. അതിൽ നിന്ന് എന്ത് സംഭവിക്കും? എത്തനോളും അതുപോലെ തന്നെ എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. അപ്പൊ എന്താവും? ഗ്ലൂക്കോസിൽ നിന്ന് ആദ്യം പൈറുവിക് ആസിഡ് ഫോം ചെയ്തു. അതിൽ നിന്ന് ആൽക്കഹോളിക് ഡീഹൈഡ്രോജനേസ് അല്ലെ, ഈ സൈമേസിനൊക്കെ പറയുന്നത് ആൽക്കഹോൾ ഫോം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ എന്ത് ഫോം ചെയ്യും? ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞ എത്തനോളും പിന്നെ എന്തുകൂടെ ഫോം ചെയ്യും? നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഫോം ചെയ്യും. അതാണ് എന്ത്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. അപ്പൊ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് കണ്ടെത്തിയത് ആരാണ്? പാസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡിസ്റ്റിൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബീവറേജും അല്ലെങ്കിൽ ബ്രീവിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ ഫെർമെന്റേഷൻ പ്രോസസ്സ് ഒരുപാടായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് അല്ലേ. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലൊക്കെ ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കുറച്ച് നേരം കൈയൊക്കെ വീട്ടിൽ നിൽക്കുന്ന വെക്കുക അല്ലേ. അപ്പോൾ എന്തിനാ അവിടെ നമുക്ക് കൈ ഇങ്ങനെ മസിൽ ക്രാംസ് കൈ കഴിയണ പോലെ തോന്നില്ലേ. അപ്പോൾ അവിടെ എന്താ? അവിടെ ഓക്സിജന്റെ ഡിപ്രീവിയേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യാൻ തുടങ്ങും? ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ഓക്കെ, അതല്ലാതെ കമേഴ്ഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അപ്പോൾ പൈറുവിക് ആസിഡ് എന്ന് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാക്റ്റിക് ആസിഡ്
ഫെർമെന്റേഷൻ, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാക്ടോബാസിലസ് അല്ലെ, നമുക്ക് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് എന്ത് ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നമുക്ക് കമേഴ്ഷ്യലി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രബ് സൈക്കിൾ, അതല്ലെങ്കിൽ അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്, TCA സൈക്കിൾ. TCA എന്ന് പറഞ്ഞെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. അപ്പൊ നമ്മൾ പറയുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് എന്താണ്, അനേറോബിക്കിൽ നടക്കും, അതുപോലെ തന്നെ അയറോബിക്കിൽ നടക്കും. പക്ഷെ നമ്മളുടെ ക്രബ് സൈക്കിളും അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് മെയിൻ ആയിട്ടും ഏതിന്റെ പാർട്ടാണ്, എയറോബിക് റെസ്പിറേഷന്റെ പാർട്ടാണ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ്, നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ അല്ലേ. പക്ഷെ നമ്മുടെ ക്രബ് സൈക്കിളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അതായത് ETS ഒക്കെ നടക്കുന്നത് നമ്മുടെ മൈറ്റോകോൺഡ്രിയയ്ക്ക് അകത്താണ്. അപ്പൊ നമ്മുടെ ആ പൈറുവിക് ആസിഡിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആ പൈറുവിക് ആസിഡിന്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് നമ്മളുടെ ക്രബ് സൈക്കിളിലാണ്. അതല്ലെങ്കിൽ ക്രബ് സൈക്കിൾ വിളിക്കുന്ന വേറൊരു പേരെന്താണ്, സിട്രിക് ആസിഡ് സൈക്കിൾ, അതല്ലെങ്കിൽ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അഥവാ TCA സൈക്കിൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ പിന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഇലക്ട്രോൺസിൽ ഫോം ചെയ്യുന്ന ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസുകളാണ് എവിടേക്ക് എത്തിച്ചേരുന്നത്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ എന്ത് നടക്കുന്നു, ഓക്സിഡേറ്റീവ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യിക്കും, ATP ഫോം ചെയ്യിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഈ ക്രബ് സൈക്കിൾ എന്ന് പറയുന്ന റിയാക്ഷൻ നോക്കി നോക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് പൈറുവിക് ആസിഡിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ പ്രോസസ്സാണ് എന്ത്, ക്രബ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹാൻസ് ക്രബ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ക്രബ് സൈക്കിൾ ഐഡന്റിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് എന്തായി മാറിയത്, ക്രബ് സൈക്കിൾ എന്നായി മാറിയത്, ഹാൻസ് ക്രബ്. അതുപോലെ തന്നെ ഇത് നമുക്കറിയാം, അതിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, സിട്രിക് ആസിഡ് ആണ് അല്ലെ. അതുകൊണ്ടാണ് അതിന്റെ പേരെന്തായി മാറിയത്, സിട്രിക് ആസിഡ് സൈക്കിൾ. പിന്നെ നമുക്കറിയാം 3 കാർബൺ ആണ് സിട്രിക് ആസിഡ്. എന്താ പറയുക, സിട്രിക് ആസിഡ് ഇസ് എ ട്രൈ കാർബോക്സിലിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് ആണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ പേരെന്തായി മാറിയത്, മീൻസ് TCA സൈക്കിൾ. ഓക്കെ, അപ്പൊ ഇനി ഓരോ ഇവന്റും എന്താ സംഭവിക്കുന്നത് നമ്മൾ നോക്കി നോക്കാം. പൈറുവേറ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോഎൻസൈം A, ഓക്കെ, അതുമായി ജോയിൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യണം, അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് ഫോം ചെയ്യാണ്. ഓക്കെ, ദ എൻറ്റയർ ഇവന്റ്സ് ഓഫ് ക്രബ് സൈക്കിൾ സ്റ്റാർട്ട്സ് വിത്ത് ദ കണ്ടൻസേഷൻ ഓഫ് അസറ്റൈൽ കോഎൻസൈം A വിത്ത് ദ ഓക്സാലോ അസറ്റിക് ആസിഡ്. അപ്പൊ നമ്മളുടെ ഇവിടെ അസറ്റൈൽ കോഎൻസൈം ഉണ്ട് അല്ലേ. അപ്പൊ നമ്മളുടെ ഈ ഓക്സാലോ അസറ്റിക് ആസിഡും അസറ്റൈൽ കോഎൻസൈമും കൂടെ ചേർന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യാണ്, സിട്രിക് ആസിഡ് ഫോം ചെയ്യാണ്. ആ സിട്രിക് ആസിഡ് എന്തായി മാറുകയാണ്, കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് പോയിട്ട് NAD എന്തായി മാറാണ്, NADH+ ആയി മാറാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു, അവിടെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ പ്രോസസ്സ് ഓക്സാലോ നമ്മുടെ ഈ അസറ്റൈൽ കോഎൻസൈം എന്തായിട്ട് മാറാണ്, സിട്രിക് ആസിഡായിട്ട് മാറാണ് അല്ലേ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് എന്ത്, സിട്രേറ്റ് സിന്തേസ്. സിട്രേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ആണ് സിട്രിക് ആസിഡ് ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി സിട്രിക് ആസിഡിൽ നിന്നും ഒരു കാർബൺ മോളിക്യൂൾ പോയിട്ട് അവിടെ എന്തായി മാറാണ്, 5 കാർബൺ ആയിട്ടുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് അല്ലേ. അപ്പൊ അതെന്ന് പറയുന്നത് അവിടെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. അങ്ങനെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും അവിടെ NAD എന്നുള്ളത് NADH ആയി മാറി, GDP എന്നുള്ളത് GTP ആയി മാറി അല്ലേ. GTP എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എന്താണ്, ഒരു എനർജി ഫോം ആണ് അല്ലേ. അഡിനൈന് പകരം ആര് വരിക, അവിടെ ഗ്വാനൈന് വരിക. എന്നിട്ട് എന്തായി മാറുകയാണ്, 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സക്സിനിക് ആസിഡ്. ഈ സക്സിനിക് ആസിഡ് എന്തായി മാറുകയാണ്, മാലിക് ആസിഡായി മാറുകയാണ്. വേറൊരു 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള മെലിക് ആസിഡായിട്ട് മാറും. വീണ്ടും മലിക് ആസിഡ് എന്ത് ഫോം ചെയ്യും, ഓക്സാലോ അസിറ്റിക് ആസിഡ് ഫോം ചെയ്യും. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ് അല്ലേ. അപ്പൊ ആദ്യം എന്ത് ഫോം ചെയ്യുന്ന, അസറ്റൈൽ കോഎൻസൈമിൽ നിന്ന് സിട്രിക് ആസിഡിൽ നിന്നും ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഫോം ചെയ്തു. അവിടെ നിന്നും എന്ത് സംഭവിച്ചത്, സക്സിനിക് ആസിഡ്, പിന്നെ മാലിക് ആസിഡ്, പിന്നെ അതുപോലെ തന്നെ ഓക്സാലിക് ആസിഡ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു നെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, നെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ NAD ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ FAD ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിന്റെ നെറ്റ് പ്രൊഡക്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ക്രബ് സൈക്കിളിലെ 2 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് ആണ് എന്ത്, ക്രബ് സൈക്കിൾസിൽ വിധേയമായത് അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്ത് ഫോം ചെയ്യും, നമുക്ക് ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട് അല്ലേ. 6 മോളിക്യൂള് കാർബൺ ഡൈ ഓക്സൈഡും 8 മോളിക്യൂൾ എന്താ NADH-ഉം 2 മോളിക്യൂള് FADH-ഉം അതുപോലെ തന്നെ 2 മോളിക്യൂള് GTP-യുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ക്രബ് സൈക്കിളിന്റെ ഫലമായിട്ട്
കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ നെറ്റ് റിസൾട്ട് അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് എമൗണ്ട് എത്രയാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതാണ് ക്രെബ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെബ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, TCA സൈക്കിൾ അതല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫോം ചെയ്യുന്ന ഓരോ എൻസൈംസുകളും അതുപോലെ തന്നെ അതിൽ ഫോം ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്, അസറ്റൈൽ കോഎൻസൈമിൽ നിന്ന് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്, സിട്രിക് ആസിഡ് അവിടെ ഫോം ചെയ്യുകയാണ് അല്ലേ. സിട്രിക് ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 കാർബൺ മോളിക്യൂളാണ്. അതിൽ നിന്നും 5 കാർബൺ ആയിട്ടുള്ള ആൽഫ, പിന്നെ അതിൽ നിന്നും 4 കാർബൺ ആയിട്ടുള്ള സബ്സിക്വന്റ് ആസിഡ്, അതിൽ നിന്നും അനീക് ആസിഡ് ഫോം ചെയ്യുക. വീണ്ടും എവിടേക്ക് ഓക്സാലോസിറ്റിക് ആസിഡിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നതിനെ സൈക്ലിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ.